ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബീഫ് ഉലർത്തിയതാണെന്ന് തോന്നിയില്ലേ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ബീഫ് ഉലർത്തിയതല്ല, ഇത് സോയാ ചങ്ക്സ് ഉലർത്തിയതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സോയാ ചങ്ക്സ് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണേ. ഞാൻ എങ്ങൊന്നും അടിച്ചു മാറ്റിയതൊന്നും അല്ല. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം നമ്മുടെ പതിവ് സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാനിവിടെ 3 അനിയൻസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഒരു 3 ടൊമാറ്റോ ആഡ് ചെയ്ത് അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് ഉലർത്ത് മസാല ആവശ്യത്തിനനുസരിച്ച്, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ എരിവിനനുസരിച്ച്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തു. കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഉലർത്തും.